നമസ്കാരം. വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തേക്ക് എത്തിയ മന്ത്രിമാർ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കേരള ന്യൂസ് 60 ലഭിച്ചിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ കെ രാജനും അടങ്ങുന്ന മന്ത്രിമാരൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല ആ ദുരന്ത ഭൂമി കാണുമ്പോൾ ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു ഞെട്ടലുളവാകുകയാണ്. ഏകദേശം 120ഓളം മരണം ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തു. 98ഓളം ആളുകൾ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് പറയുന്നു. ഈ വൈകിയ വേളയിലും രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പുഴയ്ക്ക് കുറുകയിലൂടെ പാലമൊക്കെ നിർമ്മിച്ചു എന്നറിയാൻ സാധിക്കുന്നു. ഒപ്പം എയർ ലിഫ്റ്റിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സഹോദരങ്ങളെ വളരെ വേഗതയിൽ തന്നെ രക്ഷപ്പെടുത്താൻ കഴിയട്ടെ. എന്തായാലും മരണസംഖ്യ ഉയരാതിരിക്കട്ടെ. ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള, ഏറെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ഒരു മരണസംഖ്യ ഉയർത്തുന്ന ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിരിക്കുന്നത്. എല്ലാരും കൂടി ഇവിടെ തന്നെ 10-13 ആളുകൾ മുണ്ടക്കയിൽ മദ്രസയിലെ 3 മയ്യത്തും ഉണ്ടായിരുന്നു. അതിന് പുറമെ റിസോർട്ടിൽ 10-150 ആൾ അവിടെ ഇരിക്കുന്നു. ഇതിപ്പോൾ സമയത്ത് ഏകദേശം ലൈറ്റും ആ മദ്രസയിലേക്ക് എങ്ങനെ ഒറ്റ മുതൽ പച്ച വെള്ളം പോലും കിട്ടിയിട്ടുണ്ട്. ഭക്ഷണം അവിടെ എത്തിക്കാൻ